Hi guys, welcome back to Prima's Academy Rules. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? നൗണിൻ്റെ എഫ് പി ബഷീർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള റൂൾസ് നോക്കുമായിരുന്നു. പ്ലസ് പ്ലിങ് ടു പാരാമൗണ്ട് നീതു സിംഗിൻ്റെയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ റൂൾ നമ്പർ 1 to 8 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ റൂൾ നമ്പർ 9 എന്താ പറയുന്നേ? യൂസ് ഓഫ് അപ്പോസ്ട്രഫീസ് വിത്ത് എസ്, അതായത് അപ്പോസ്ട്രഫീസിന്റെ യൂസസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. ഫസ്റ്റ്, the use of apostrophes with s is not correct in the case of non-living things. അപ്പം non-living thingsന്റെ കേസിൽ അപ്പോസ്ട്രഫി എസ് വരില്ല. ഇറ്റ് ഈസ് restricted only to living things, time, weight, distance, amount or personified nouns. അതായത് ലിവിങ് തിങ്സിന്റെ കൂടെയും ടൈമിന്റെ കൂടെയും വെയിറ്റിന്റെ കൂടെയും ഡിസ്റ്റൻസിന്റെ കൂടെയും എമൗണ്ടിന്റെ കൂടെയും പേഴ്സണിഫൈഡ് ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ മാത്രമേ എന്ത് വരൂ, ഈ അപ്പോസ്ട്രഫി എസ് എന്ന് പറയുന്നത് വരത്തുള്ളൂ. എന്തിന്റെ കൂടെ വരത്തില്ല? നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ വരില്ല. അപ്പം എക്സാമ്പിൾസ് നോക്കാം. ദ ടേബിൾസ് വുഡ്, അത് കറക്റ്റ് ആണോ? ടേബിൾ എന്ന് പറയുന്ന ഒരു നോൺ ലിവിങ് തിങ് അല്ലേ, അതുകൊണ്ട് അത് തെറ്റാ. നെക്സ്റ്റ്, ബോയ്സ് ഹാൻഡ്, അത് കറക്റ്റാ. ബോയ് എന്ന് പറയുന്നത് ലിവിങ് തിങ്. ടൈംസ് മാർച്ച്, അതും കറക്റ്റാ. 1 കിലോമീറ്റർ ജേർണി, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താ ഇവിടെ? അതൊരു ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് അതും കറക്റ്റാണ്. അതിൻ്റെ കൂടെ കിലോമീറ്റർ, അതൊരു ഡിസ്റ്റൻസ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ അപ്പോസ്ട്രഫീസ് വരും. റുപ്പീസ് വർത്ത്, അതായത് എമൗണ്ട്, അപ്പോസ്ട്രഫീസ് വരാം. നൈറ്റ്സ് ജേർണി, നൈറ്റ്സ് ജേർണി, ഒരു രാത്രിയിലെ യാത്ര, അത് പേഴ്സണിഫൈഡ് ചെയ്യാൻ കാണിക്കുന്നതാണ്, അതുകൊണ്ട് അതും വരാം. മീറ്റേഴ്സ് ലെങ്ത്, ഡിസ്റ്റൻസ്, കറക്റ്റ്. നൗൺ അല്ല, നേച്ചേഴ്സ് ലോ. നേച്ചേഴ്സ് ലോ എന്ന് പറയുന്നത് അവിടെ പ്രകൃതിയുടെ നിയമങ്ങൾ, അത് ശരിക്കും എന്തിനാ കാണിക്കുന്നത്? പേഴ്സണിഫൈഡ് ആയിട്ട് കാണിക്കുന്നതാ, ആ നൗണിന് പേഴ്സണിഫിക്കേഷൻ വേണ്ടി. സോ അവിടെയും അപ്പോസ്ട്രഫി എസ് വരാം. വീക്സ് ഹോളിഡേ, അതും പേഴ്സണിഫിക്കേഷന് വേണ്ടിയാ, അതുകൊണ്ട് അപ്പോസ്ട്രഫി എസ് ഇസ് പോസിബിൾ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. 2 nouns in the possessive case denote plural form. അതായത് പൊസസീവ് കേസിൽ 2 nouns പൊസസീവ് കേസിൽ കാണിക്കുകയാണെങ്കിൽ വരുവാണെങ്കിൽ അത് പ്ലൂറാലിറ്റി കാണിക്കും. When apostrophe with s is used with one noun, it express singular form. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതിനു മുമ്പേ പൊസസീവ് കേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പൊസസിവിറ്റി കാണിക്കുന്നു, അതായത് എൻ്റെയാ അല്ലെങ്കിൽ നിൻ്റെയാ എന്നാൽ അങ്ങനെ കാണിക്കുന്നതിനെ പൊസസീവ് കേസ് എന്ന് പറയും. അല്ലെങ്കിൽ മനോജിൻ്റെയാ അല്ലെങ്കിൽ ഷീലയുടെയാ അല്ലെങ്കിൽ രോഹിത്തിൻ്റെയാ എന്ന് കാണിക്കുന്നതിനാ പൊസസിവിറ്റി. ആ പൊസസിവിറ്റി കാണിക്കുന്നതിനാ നമ്മൾ ഈ അപ്പോസ്ട്രഫി എസ് ഇടുന്നത്. അപ്പം ഇവിടെ പറയുന്നത് 2 നൗൺ പൊസസീവ് കേസ് കാണിക്കുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് പ്ലൂറാലിറ്റിയാ, പ്ലൂറൽ ഫോമായിട്ടാണ് വരുന്നത്. എന്നാൽ ഒരു നൗണിൻ്റെ കൂടെ മാത്രം അപ്പോസ്ട്രഫി എസ് ഇട്ട് കാണിക്കുകയാണെങ്കിൽ അവിടെ സിംഗുലാരിറ്റിയെ വരുത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഷീല ആൻഡ് രോഹിത് ഫാദർ, ഇവിടെ ഈ ഷീല ആൻഡ് രോഹിത് ഫാദർ, അവിടെ ഈ രോഹിത്തിൻ്റെ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോസ്ട്രഫി എസ്, ഷീലയുടെ ഇവിടെ ഇട്ടിട്ടില്ല. സോ ഇവിടെ എന്താ അപ്പം പറഞ്ഞേ? ഒരു നൗണിന്റെ കൂടെ ആണെങ്കിൽ എന്ത് കാണിക്കും എന്നാ പറഞ്ഞത്? സിംഗുലർ ഫോം ആയിരിക്കും. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരുടെയാ? 2 പേരുടെ ഒരേ അച്ഛനാണ് അവിടെ. അപ്പൊ ഒരച്ഛനാ, ഷീലയുടെയും രോഹിത്തിൻ്റെയും. എന്നാ 2 നൗൺസ് കാണിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞു? പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞു. അപ്പം എന്താ? ഷീലാസ് അപ്പോസ്ട്രഫി, രോഹിത് അപ്പോസ്ട്രഫി, 2 നൗണിന്റെയും കൂടെ അപ്പോസ്ട്രഫി എസ് കാണിക്കുന്നുണ്ട്. അപ്പം ഷീലാസ് ആൻഡ് രോഹിത് ഫാദേഴ്സ് ആർ മീറ്റിംഗ് ടുഡേ, അതായത് 2 പേരുടെ അച്ഛന്മാർ തമ്മിൽ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അവിടെ 2 അച്ഛൻ ഡിഫറെന്റ് ആണ്, അച്ഛന്മാർ വേറെ വേറെയാ. എന്നാൽ ഷീലയുടെയും രോഹിത്തിന്റെ അച്ഛൻ ഒരാളാണ്. അതാ ആ സെന്റൻസിൽ അപ്പോസ്ട്രഫി എസിന്റെ പ്ലേസ്മെന്റ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, ഇവിടെ ഇങ്ങനെ പ്ലൂറാലിറ്റി കാണിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഇവിടെ ഇങ്ങനെ 6 വരുന്നത്.
അതൊക്കെ ശ്രദ്ധിച്ച് വെച്ചോണം. അപ്പോൾ 2 എസ് വന്നാൽ പ്ലൂറൽ ഫോം ആയിരിക്കും ഫാദേഴ്സ്. എന്നാൽ ഇവിടെ ഷീല ആൻഡ് രോഹിസ് ഫാദർ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത റൂളിലോട്ട്. വിത്ത് കോമ്പൗണ്ട് നൗൺസ്. അപ്പോൾ കോമ്പൗണ്ട് നൗൺസ് അപ്പോസ്ട്രോഫി വിത്ത് എസ് ഷുഡ് ബി ആഡഡ് ഓൺലി വിത്ത് ദ ലാസ്റ്റ് വേർഡ്. അതായത് ഒരു കോമ്പൗണ്ട് നൗൺ നമുക്കറിയാമല്ലോ, 2 നൗൺ ചേരുന്നതാണ് കോമ്പൗണ്ട് നൗൺ. മദർ ഇൻ ലോ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നൗണാണ്. പക്ഷേ ഈ മദർ ഇൻ ലോ പൊസസീവ്നെസ് കാണിക്കാനായിട്ട് അപ്പോസ്ട്രോഫി എസ് ലാസ്റ്റ് വേർഡിൻ്റെ കൂടെ വരത്തുള്ളൂ. മദർ ഇൻ ലോസ്. മീറ്റ് സെർവൻസ് ആബ്സെന്റ്. അതായത് സെർവൻസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് വരും, അല്ലാതെ ഒരിക്കലും ഇവിടെ വരത്തില്ല അപ്പോസ്ട്രോഫി എസ്. മദേഴ്സ് ഇൻ ലോ എന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എവിടെ വരുന്നത്? ഇവിടെ ആയിരിക്കും അപ്പോസ്ട്രോഫി എസ് വരുന്നത്. ഒരിക്കലും ഇവിടെ അപ്പോസ്ട്രോഫി എസ് വരത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ അത്. ഇനി അടുത്തത് നോക്കാം. പ്രൊനൗൺസ് ആർ റിട്ടൺ ബൈ ഒമിറ്റിംഗ് അപ്പോസ്ട്രോഫി ബട്ട് എസ് ഈസ് ആഡഡ്. അതായത് പ്രൊനൗൺസിൻ്റെ കൂടെ എന്ത് വരും? എസ് വരും, പക്ഷേ അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞത് ഒമിറ്റ് ചെയ്ത് കളയും, ചേർക്കത്തില്ല. എക്സാമ്പിൾ നോക്കിയോ, യുവേഴ്സ് ട്രൂലി. അതായത് യുവേഴ്സ്, ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇതിടത്തില്ല, അപ്പോസ്ട്രോഫി വരത്തില്ല, പക്ഷേ എസ് വരും. അതാണ് യുവേഴ്സ് ട്രൂലി. ഇറ്റ്സ് കളർ, കണ്ടോ, അവിടെ അപ്പോസ്ട്രോഫി ഇല്ല. ഹേഴ്സ് അപ്പോസ്ട്രോഫി ഇല്ല. എന്നാൽ ഇറ്റ്സ് എന്ന് പറയുമ്പം അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ്, അതിൻ്റെ ഷോർട്ടാണ് ഇറ്റ്സ്, അപ്പോസ്ട്രോഫി എസ് ഇടുന്നു. അത് മനസ്സിലായോ? അതായത് പ്രൊനൗൺസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി വരത്തില്ല, പക്ഷേ എസ് യൂസ് ചെയ്യും. അടുത്ത പൊസസീവ് കേസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ അപ്പോസ്ട്രോഫി വിത്തൗട്ട് എസ് ആഫ്റ്റർ പ്ലൂറൽ നൗൺസ് ഓർ വേർഡ്സ് എൻഡിങ് വിത്ത് എസ്. അതായത് ഇവിടെ പറയുന്നത് ഒന്നീ പ്ലൂറൽ നൗൺ, ഇല്ലെങ്കിൽ വേർഡ്സ്, ചില വേർഡ്സൊക്കെ എസ്സിൽ അവസാനിക്കുന്ന വേർഡുകളില്ലേ, അതിൻ്റെ കൂടെ ഒന്നും എസ് യൂസ് ചെയ്യത്തില്ല, പക്ഷേ അപ്പോസ്ട്രോഫി വരും, പക്ഷേ എസ് എന്ന് പറയുന്നത് വരത്തില്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന നെയിമാണ്, ജോൺ കീറ്റ്സ് പോയം. അപ്പം അവിടെ എസ് യൂസ് ചെയ്യുന്നില്ല, കണ്ടോ. ജോൺ കീറ്റ്സ് അപ്പോസ്ട്രോഫി ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് എസ് ഇടുന്നുണ്ടോ? ഇല്ല, എന്നാൽ അപ്പോസ്ട്രോഫി ഉണ്ട്. ഗേൾസ് ഹോസ്റ്റൽ അതൊരു പ്ലൂറൽ വേർഡാണ്, അപ്പോസ്ട്രോഫി ഉണ്ട്, പക്ഷേ എസ് ഉണ്ടോ? ഇല്ലല്ലോ. ഡിക്കൻസ് നോവൽസ് അപ്പോസ്ട്രോഫി ഉണ്ട്, എന്നാൽ എസ് ഇല്ല. ജീസസ് നെയിം എൻഡ് ചെയ്യുന്നത് എസ്സില, അപ്പോസ്ട്രോഫി ഉണ്ട്, എസ് ഇല്ല. കാളിദാസ് നെയിം എൻഡ് ചെയ്യുന്നത് എന്തില? എസ്സില, അപ്പോസ്ട്രോഫി ഉണ്ട്, എസ് ഇല്ല. അപ്പോൾ അത് മനസ്സിലായേ ആ റൂള്. ഇനി അടുത്ത പറയുന്നത് എൽസ്. എൽസ് എന്ന് പറയുന്നതാ. എൽസിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. എൽസ് കമ്പൈൻഡ് വിത്ത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു പ്രൊനൗൺസിൻ്റെ കൂടെ എൽസ് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ എങ്ങനെ? അതിൻ്റെ പൊസസീവ് കേസ് എക്സ്പ്രസ് ചെയ്യുന്ന ഏത് വഴിയാ? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് സംബഡി, എനിബഡി, നോബഡി, അങ്ങനത്തെ ഉള്ള. അതിൻ്റെ പൊസസീവ് കേസ് എക്സ്പ്രസ് ചെയ്യുന്നത് എൽസുമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ സംബഡി എൽസ് ഇൻ പ്ലേസ് ഓഫ് സംബഡീസ് എൽസ്. അതായത് ഈ സംബഡി ഉണ്ടല്ലോ, സംബഡി എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് വരത്തില്ല. അതിന് പകരം സംബഡി എൽസിൻ്റെ കൂടെ വരത്തുള്ളൂ. അതായത് സംബഡി എൽസ്, സംബഡിയും എൽസും കൂടെ രണ്ടും കൂടെ ചേർത്ത് എൽസ് വെച്ച് പൊസസീവ് കേസിന് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ സംബഡീസിനകത്ത് വരത്തില്ല, എൽസിൻ്റെ കൂടെ എന്ത് വരത്തുള്ളൂ? അപ്പോസ്ട്രോഫി എസ് ഇട്ട് പൊസസിവിറ്റി കാണിക്കത്തുള്ളൂ. അതാ പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിബഡി ആയാലും നോബഡി ആയാലും.
എനിബഡി എൽസ് എന്ന് പറയുമ്പം അതും കൂടെ നോക്കി. എനിബഡി എൽസ്. ഇതിനകത്ത് എവിടെ അപ്പോസ്ട്രോഫി എസ് വരുന്നത്? ഇവിടെ ആണോ അതോ ഇവിടെ ആണോ വരുന്നത്? ഇവിടെ വരത്തുള്ളൂ. ഇവിടെ വരുന്നത് തെറ്റാ. അതാ റൂള്. നോബഡി ആയാലും അങ്ങനെ തന്നെ. ഈ കേസ് നോബഡി വന്നാലും നോബഡീസ് അപ്പോസ്ട്രോഫി വരത്തില്ല. നോബഡി എൽസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി വരും. അതാണ് ആ റൂള്. എന്നാ അടുത്ത റൂള് നോക്കൂ. ഹൂ സെൽസ് എന്ന് പറയുന്നത് കറക്റ്റാ. ഹൂ എൽസ് അപ്പോസ്ട്രോഫി എസ്. ഇതാണോ കറക്റ്റ് അതോ ഹൂസ് എൽസ്? ഏതാ കറക്റ്റ്? ഹൂസ് എൽസാ കറക്റ്റ്. ഇതെന്ന് പറയുന്നത് വരത്തില്ല. ഓക്കെ, അത് ഹൂ എൽസ് ഈസ് കറക്റ്റ്. എന്നാൽ ഹൂ എൽസ് എന്ന് വരും, പക്ഷേ അപ്പോസ്ട്രോഫി എസ് ഇട്ട് വരത്തില്ല. എക്സാമ്പിൾസ് നോക്കുക. ദിസ് ഈസ് നോട്ട് മൈ ബുക്ക്, ദിസ് ഈസ് സംബഡി എൽസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സംബഡീസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി വരത്തില്ല, എൽസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് വരും. സംബഡി എൽസ് വേണ്ടേ? ഹൂ എൽസ് ഈസ് കമ്മിങ്, അത് കറക്റ്റ്. ഹൂ എൽസ് വരും. ഹൂ എൽസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഹൂ എൽസ്, അതായത് എൽസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് ബുക്ക് ഈസ് ദിസ്, അത് തെറ്റാ. കാര്യം എന്ന് വെച്ചാൽ ഹൂ എൽസ് എന്ന് പറഞ്ഞാൽ പൊസസീവ് കാണിക്കാം. ഹൂസ് എൽസാ. ഹൂവിൻ്റെ പൊസസീവ് എന്ന് പറയുന്നത് തന്നെ എന്താ? ഹൂസാ. സോ ഹൂസ് എൽസ് ഇസ് കറക്റ്റ്. അപ്പോൾ ഇതാണ് 9th റൂള്. ഇനി ഇതിൻ്റെ മറ്റേ പ്ലിങ് ടു പാരാമോൺ നീതു സിംഗിളും കൂടെ പറഞ്ഞേക്കുന്നത് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന നൗൺസ് ഓഫ് അപ്പോസ്ട്രോഫി. फर्स्ट एपोस्ट्रोफी का प्रयोग पॉसेसिव केस के लिए लिम्न स्थिति में करना ही उचित है, जैसे जीवित वस्तु अदाയത് लिविंग थिंग्स മോഹൻ ലിവിങ് തിങ്, കൗ ലിവിങ് തിങ്, വിമൻ. അതിൽ മോഹൻസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി, കൗസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി, വുമൻസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി. എ മോഹൻസ് ബുക്ക്, എ കൗസ് ഹോൺ, എ വുമൻ നോസ്. ഇതെല്ലാം എന്താ? ലിവിങ് തിങ്ങാ. ലിവിങ് തിങ്. എന്നാൽ ജബ് കിസി നിർജീവിത്, അതായത് സൺ, നേച്ചർ, ഇതിനെയൊക്കെ പേഴ്സണിഫിക്കേഷന് വേണ്ടി അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത സമയ, ഭാരം, ഏവ ജഹസ് സമ്പദ്ദത്, അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത്. സമയവും വെയിറ്റും അങ്ങനത്തുള്ള കാര്യത്തിനെല്ലാം എന്ത് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യും. കുച്ച് സമ്മാനിച്ചു, അതായത് കോഡ്സ് ഓർഡർ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് കോൾ, ഇങ്ങനത്തുള്ള കുറച്ച് നൗൺസിനും കൂടെ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യും കേട്ടോ. കോഡ്സ് ഓർഡർ, അറ്റ് ഡ്യൂട്ടീസ് കോൾ. പിന്നെ കുച്ച് ഫ്രേസ് കെ, അതായത് ഫ്രേസസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും അപ്പോസ്ട്രോഫി എസ്. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ്, അറ്റ് എ സ്റ്റോൺസ് ത്രോ. ഇനി അടുത്ത ഭൗഗോളിക് പിണ്ഡ് കെ സാത്ത്, അതായത് എർത്ത് അറ്റ്മോസ്ഫിയർ, അതിൻ്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യും. അടുത്തത് यदि प्लूरल शब्द का अंत अक्षर एस है तो अपोस्ट्रोफी का प्रयोग करने समय एस नहीं लगता है, केवल अपोस्ट्रोफी का ही प्रयोग करते हैं. അത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. അതായത് പ്ലൂറൽ ഫോമിൻ്റെ കൂടെ ആണെങ്കിൽ എന്താ അപ്പോസ്ട്രോഫി വരും. അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത് ഇടും, പക്ഷേ എന്തിടത്തില്ല? എസ് വരത്തില്ല. വർക്കിംഗ് വുമൻസ്, അവിടെ എന്താ വർക്കിംഗ് വുമൻസിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി എസ് വന്ന് എന്താ അവിടെ എന്ന് കഴിഞ്ഞ് എസ്സിലല്ല അവസാനിക്കുന്നത്. സോ അപ്പോസ്ട്രോഫി എസ് വരുന്നത്. ബോയ്സ് എസ്സിൽ അവസാനിക്കുന്ന പ്ലൂറൽ ഫോം. സോ അപ്പോസ്ട്രോഫി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഇതിനകത്ത് പറയുന്നത് ജബ് നൗൺ സിർക്ക ധ്വനി, അതായത് ഹിസ്സിങ് സൗണ്ടിൽ വരുന്നതിലാണെങ്കിൽ എസ് യൂസ് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഫോർ പീസ് സേക്ക്, പീസ്
പീസ് എന്ന് പറയും, എന്ന് പറയുന്നില്ലേ, എസ്സിലല്ലേ ഹിസ്സിങ് സൗണ്ട് വരുന്നില്ല. അവിടെ അപ്പോസ്ട്രഫി മാത്രമേ വരൂ, എസ് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ കൺസൈൻസ് എസ്സിലല്ലേ, സോ എസ് വരത്തില്ല, അപ്പോസ്ട്രഫി മാത്രം. ഗുഡ്നസ് ഇസ്ലല്ലേ അവസാനിക്കുന്നത്, സോ അപ്പോസ്ട്രഫി മാത്രം, എസ് വരില്ല. ജീസസ് എസ്സിൽ ഹിസ്സിങ് സൗണ്ട് വരുന്നു, സോ എസ് വരത്തില്ല, അപ്പോസ്ട്രഫി മാത്രം. ഗണേഷ് ഇസ് എന്ന് വരത്തില്ലേ, സോ അപ്പോസ്ട്രഫി മാത്രം, എസ് ഇല്ല. എന്നാൽ ഗോഡ് സേക്ക് അതൊരു എക്സെപ്ഷൻ കേസ്, അത് നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ ഗോഡിൻ്റെ കഴിഞ്ഞ് അപ്പോസ്ട്രഫിയും എസും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കും, പൊസസീവ് പ്രൊനൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, അതും ഹിസ്, ഹേഴ്സ്, യുവേഴ്സ്, അവേഴ്സ്, ദാസ് കെ സാത്ത് അപ്പോസ്ട്രഫി നെഹി, അപ്പോസ്ട്രഫി വരത്തില്ല, അതിന് വരെ എന്ത് വരും, എസ് മാത്രം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് ട്രൂലി. അടുത്ത നിമ്ന ടാക്റ്റിൽ കെ സാത്ത് അപ്പോസ്ട്രഫി അന്ത് ശബ്ദ കെ, അതായത് അവസാനത്തെ ശബ്ദത്തിൻ്റെ കൂടെ മാത്രമേ അപ്പോസ്ട്രഫി വരത്തുള്ളൂ. കോമ്പൗണ്ട് വേർഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ എന്താ, മദർ ഇൻ ലോ, അതാണെങ്കിൽ ഇവിടെ കമാൻഡർ ഇൻ ചീഫ്സ്, ചീഫ്സിൻ്റെ കൂടെ മാത്രമേ അപ്പോസ്ട്രഫി എസ് വരത്തുള്ളൂ. അവസാനത്തെ വേർഡ് മൈ സൺ ഇൻ ലോസ് സിസ്റ്റർ, അതായത് സൺ ഇൻ ലോസ്, ആ ലോസിൻ്റെ കൂടെ മാത്രമേ അപ്പോസ്ട്രഫി എസ് വരൂ. അടുത്ത നോക്ക്, നിർജീവിത വസ്തു കെ സാത്ത് എസ് കാ പ്രयोग नहीं करने है, ഓഫ് കാ പ്രयोग करते हैं. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ലിവിങ് തിങ്സിൻ്റെ കൂടെ എന്ത് വരത്തില്ല, അപ്പോസ്ട്രഫി എസ് വരില്ല. അതായത് ടേബിൾസ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഒരു തെറ്റായ പ്രയോഗമാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ലെഗ് ഓഫ് ടേബിൾ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഡബിൾ അപ്പോസ്ട്രഫി എന്ന് വെച്ച് ഇവിടെ പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡബിൾ അപ്പോസ്ട്രഫി കാ പ്രയോഗം ന കരീം, അതായത് ഡബിൾ അപ്പോസ്ട്രഫി പ്രയോഗം, അങ്ങനെ ഒരു പ്രയോഗം ഇല്ല, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെന്താ, മൈ വൈഫ് സെക്രട്ടറീസ് മദർ ആസ് എക്സ്പയർഡ്, അതായത് ഒരു തന്നെ വൈഫ്സ് അപ്പോസ്ട്രഫി എസ് വരുന്നു, സെക്രട്ടറീസ് അപ്പോസ്ട്രഫി എസ് വരുന്നു, മദർ അതായത് വൈഫിൻ്റെ സെക്രട്ടറിയുടെ അമ്മ മരിച്ചു എന്നാണ് പറയുന്നത്, പക്ഷേ ആ വൈഫ്സ് സെക്രട്ടറീസ് മദർ അങ്ങനെ ഒരു പ്രയോഗം വരത്തില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം എന്താ പറയുന്നത്, മദർ ഓഫ് മൈ വൈഫ് സെക്രട്ടറി ഹാസ് എക്സ്പയർഡ്, അങ്ങനെ പറയാം, ഓഫ് ഇട്ട് പറഞ്ഞാൽ മതി. ഇനി മിസ്സസ് ഷാമ ദ സൊസൈറ്റീസ് ചെയർമാൻസ് പ്രപ്പോസൽ, അതായത് സൊസൈറ്റീസ് ചെയർമാൻസ് അടുത്തടുത്ത് തന്നെ അപ്പോസ്ട്രഫി വെച്ചിട്ട്, പ്രപ്പോസൽ വാസ് റിജക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അതെന്ന് പറയുന്ന ഒരു തെറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ കൂടെ തന്നെ ചെയർമാൻ വരുന്ന, അതിൻ്റെ ആ അപ്പോസ്ട്രഫി വെച്ച് രണ്ടടുത്ത് അടുപ്പിച്ചിടുന്നു, ഇങ്ങനെ ഒരു ഡബിൾ അപ്പോസ്ട്രഫി പ്രയോഗം വരത്തില്ല. സോ എങ്ങനെയാണ് അപ്പോൾ അത് പറയണ്ടേ, ദ പ്രപ്പോസൽ ഓഫ് മിസ്സസ് ഷോമ കോമ ദ ചെയർപേഴ്സൺ ഓഫ് സൊസൈറ്റി, ഓക്കെ, അത് കോമ ഇട്ടിട്ട് വാസ് റിജക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി, അങ്ങനെയാണ് വരുന്നത്. അത് കറക്റ്റ്, അല്ലാതെ ഡബിൾ അപ്പോസ്ട്രഫി കേസ് വരത്തില്ല, ഇങ്ങനത്തെ ഉള്ളൊരു കേസ് വരത്തില്ല, രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. എനിബഡി, നോബഡി, എവരിബഡി, സംബഡി, എനിവൺ, സംവൺ, നോവൺ, എവരി വൺ, ഈ ഇതിൻ്റെ കൂടെ എല്ലാം കെ സാത്ത് എസ് കാ പ്രയോഗ കിയാ ഹെ, ഈ ഇതിൻ്റെ കൂടെ എല്ലാം അപ്പോസ്ട്രഫി എസ് വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂളിലും പറഞ്ഞിട്ടില്ല. അപ്പം എവരിബഡി, എനിബഡി, നോബഡി ഇതിൻ്റെ കൂടെ എല്ലാം അപ്പോസ്ട്രഫി എസ് വരും. എന്നാൽ യദി ഇൻകെ ബാദ് എൽസ് കാ പ്രയോഗ ഹോത്തോ, അത് ഇതിൻ്റെ കൂടെ തന്നെ എൽസിൻ്റെ പ്രയോഗം വരുവാണെങ്കിൽ മാത്രമാണ് അപ്പോസ്ട്രഫി കോ എൽസ് കെ സാത്ത് ലേത്താ ഹെ, അതായത് എൽസിൻ്റെ കൂടെ അപ്പം എന്ത് വരത്തുള്ളൂ, അപ്പോസ്ട്രഫി എസ് വരത്തുള്ളൂ. അല്ലാതെ ഈ എനിബഡി, നോബഡി, എവരിബഡിയുടെ കൂടെയൊക്കെ തന്നെ അപ്പോസ്ട്രഫി എസ് വരും. പക്ഷേ ഈ എവരിബഡിയുടെ കൂടെ എൽസ് വരുമോ, അല്ലെങ്കിൽ സംബഡിയുടെ കൂടെ എൽസ് വരുവാണെങ്കിൽ എൽസിൻ്റെ കൂടെ ആയിരിക്കും ആ അപ്പോസ്ട്രഫി എസ്, അല്ലാതെ എവരിബഡിയുടെ കൂടെ നിൽക്കത്തില്ല. ഓക്കെ, അതായത് ഐ ക്യാൻ റിലൈ ഓൺ യുവർ വർക്ക്സ് നോട്ട് സംബഡി എൽസ്, അത് കറക്റ്റാണ്. ഐ ഒബേ യു ഓർഡേഴ്സ് ആൻഡ് നോബഡി എൽസ്, അതും കറക്റ്റ്. ഇവിടെ നോബഡീസ് എൽസ് എന്ന് വരത്തില്ല. യഹാ സംബഡി എൽസ് യാ നോബഡീസ് എൽസ്, അതായത് സംബഡീസ് എൽസ് എന്നും നോബഡീസ് എൽസ് എന്നും വരത്തില്ല, അതിന് പകരം സംബഡി എൽസ്, നോബഡി എൽസ്. അപ്പോൾ ഇത്രയാണ് ഈ റൂള്, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അടുത്ത റൂള് നെക്സ്റ്റ് ക്ലാസ്സിൽ.